السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്നു മുതൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ആരംഭിക്കുന്നത് പുതിയൊരു കിതാബാണ്. നമ്മുടെ വിഷയം ഒരു മുസ്ലിമിൻ്റെ ഒരു ദിവസം അവൻ ചെയ്യേണ്ടതായ സുന്നത്തായ കർമ്മങ്ങൾ ഏതൊക്കെയാണ് എന്നതാണ്. അതിനായി നമ്മൾ അവലംബിച്ച കിതാബ്, അതിൻ്റെ പേര് അൽ മിനഹുൽ അലിയ ഫി ബയാനി സുനനി അൽ യൗമിയ എന്ന വളരെ പ്രസിദ്ധമായ ഒരു കിതാബാണ്. ഈ കിതാബ് ഇതിനകം 30ഓളം അല്ലെങ്കിൽ 30-ലധികം ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട ഒരു കിതാബാണ്. അതിൻ്റെ അർത്ഥം അൽ മിനഹുൽ അലിയ, അമൂല്യമായ ഒരു സമ്മാനം. ഫി ബയാനി അസ്സുനനിൽ യൗമിയ, ഒരു ദിവസത്തെ സുന്നത്തായ കാര്യങ്ങളെ വിശദീകരിച്ചു കൊണ്ടുള്ള അമൂല്യമായ ഒരു സമ്മാനം എന്നാണ് അതിൻ്റെ അർത്ഥം. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനം അത് ദീനിയായ ശർഈയായ അറിവാണ്. നമുക്ക് ആ അറിവിനെ കുറിച്ച്, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ശരിക്കും തിരിച്ചറിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപക്ഷെ അത് തിരിച്ചറിയാൻ സാധിക്കാത്ത ആളുകൾക്ക് ഭൗതികമായ എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ, സമ്പത്തൊക്കെ ആയിരിക്കും വലിയ സമ്മാനമായി അവരുടെ ഹൃദയങ്ങളിൽ അനുഭവപ്പെടുക. ഒരാൾ നമുക്ക് വലിയൊരു ഗിഫ്റ്റായി വില കൂടിയൊരു വാച്ച് കൊണ്ടു തരുന്നു, അല്ലെങ്കിൽ വില കൂടിയൊരു വാഹനം നമുക്ക് സമ്മാനമായി നൽകുന്നു. നമ്മളത് വലിയ താല്പര്യത്തോടു കൂടിയും ആകാംക്ഷയോടു കൂടിയൊക്കെ ആയിരിക്കും നമ്മൾ ഉണ്ടാവുക. എന്നാൽ വേറൊരാൾ നിനക്കറിയാത്ത ഒരു സുന്നത്ത്, ഫജറിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്, ആ 2 റക്അത്ത് സുന്നത്ത് നീ നിർവഹിച്ചാൽ നിനക്ക് ദുനിയാവിലുള്ള മുഴുവൻ സുഖസൗകര്യങ്ങൾ, ദുനിയാവ് എന്ന് പറയുമ്പോൾ നീ ഇപ്പോൾ കാണുന്ന ഈ ദുനിയാവല്ല, ദുനിയാവ് ഉണ്ടായത് മുതൽ ഉള്ള മുഴുവൻ സുഖസൗകര്യങ്ങളും നിനക്ക് ലഭിക്കുന്നതിനേക്കാളും ഖൈറാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സുബഹി നിസ്കാരത്തെ കുറിച്ചല്ല, സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തിന് മാത്രം ലഭിക്കുന്നത്. ഇതൊരാളെ പഠിപ്പിച്ചു കൊടുത്താൽ അതെത്ര വലിയ സമ്മാനമാണ്. എന്തുകൊണ്ടാണ് അത് വലിയ സമ്മാനമാണ്, അല്ലെങ്കിൽ ഫജറിന് മുമ്പുള്ള ഈ 2 റക്അത്ത് സുന്നത്തിന് ഇത്ര വലിയ ശ്രേഷ്ഠതയുണ്ട് എന്ന് പറയുന്നത്? കാരണം ദുനിയാവ് മുഴുവൻ നമ്മുടെ കയ്യിൽ കിട്ടിയാലും ഇത് നശിച്ചു പോകാനുള്ളതാണ്, ഇത് ബാക്കിയാവുകയില്ല. ദുനിയാവ് നിനക്ക് മുഴുവൻ തന്നു, ഈ ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളുടെയും സ്വത്ത്, മുഴുവൻ രാജ്യങ്ങളുടെയും അധികാരം ഒരാൾ നിന്റെ കാൽ കീഴിൽ വെച്ച് തന്നാലും ഈ ദുനിയാവ് നശിക്കാനുള്ളതാണ്, നീയും നശിച്ചു പോകാനുള്ളതാണ്. എന്നാൽ സഹോദരങ്ങളെ, സാലിഹായ സൽക്കർമ്മങ്ങൾ നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് നശിച്ചു പോകുകയില്ല, അത് ബാക്കിയായിരിക്കും. ആഖിറത്തിൽ നമുക്കത് മുതൽക്കൂട്ടായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് അതിനങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പം ആ നിലക്ക് നോക്കിയാൽ ഇത് വലിയ സമ്മാനം തന്നെയാണ്, അമൂല്യമായ സമ്മാനം തന്നെയാണ് ഈ കിതാബിലുള്ളത്. ഇതിൻ്റെ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ, ഒരു മുസ്ലിം ഫജറിന് മുമ്പായി എഴുന്നേറ്റ് കഴിഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യണം, എഴുന്നേറ്റതിന് ശേഷം എന്താണ് അവൻ ചെയ്യേണ്ടത്, ഫജറിന് ശേഷം എന്താണ് ചെയ്യേണ്ടത്, ദുഹാ സമയത്ത് എന്ത് ചെയ്യണം, ളുഹറിന്റെ വക്തിന് എന്താണ് ചെയ്യേണ്ടത്, അസറിന്റെ വക്തിന് എന്താണ് ചെയ്യേണ്ടത്, മഗ്രിബിന്റെയും ഇശായുടെയും ഒക്കെ വക്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, സുന്നത്തായ കർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഇതിൻ്റെ ഉള്ളടക്കം. ഇതിൽ ചില കാര്യങ്ങൾ നമുക്ക് നേരത്തെ അറിയുന്നത് തന്നെ ഉണ്ടാകും, എങ്കിൽ അത് നമുക്കൊന്നുകൂടി നമ്മുടെ ഈമാനികമായ വർധന ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ നമുക്കറിയാത്ത പുതിയ പുതിയ സുന്നത്തുകൾ ഉണ്ടാകും, എങ്കിൽ നമ്മളത് പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് അറിയുന്നതായിരിക്കും, പക്ഷേ അശ്രദ്ധ കാരണത്താൽ, മടി കാരണത്താൽ, അലസത കാരണത്താലൊക്കെ നമ്മളത് അത്തരം ചില സുന്നത്തുകൾ ഒഴിവാക്കിയിട്ടുണ്ടാകും. അതിന് വീണ്ടും ഓർമ്മ പുതുക്കാനും വീണ്ടും നമ്മുടെ പ്രവൃത്തിപഥത്തിൽ, നമ്മുടെ കർമ്മങ്ങളിൽ കൊണ്ടുവരാനൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് അദ്ദേഹം ഈ ഒരു കിതാബ് രചിച്ചിട്ടുള്ളത്. അദ്ദേഹം ഈ കിതാബിൻ്റെ ആമുഖത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ ഷോർട്ടാക്കി ചുരുക്കി പറഞ്ഞതിന് ശേഷം നമുക്ക് കിതാബിൻ്റെ മുഖദ്ദിമയിലേക്ക് നമുക്ക് വരാം. അദ്ദേഹം ഈ എഴുത്തിനെ കുറിച്ച് ഏകദേശം 200 ചില പേജുകളുള്ള ഒരു കിതാബാണ്. അദ്ദേഹം പറയുന്നു, ഉസ്തുറുൻ വസഫഹാത്ത്, ഇത് ഏതാനും ചില വരികളും
പേജുകളൊക്കെയാണ്. ഫിഹാ സുനൻ വ ഇബാദാത്ത്. അവിടെ ഒരുപാട് സുന്നത്തുകളും ദീനുൽ ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട ഇബാദത്തുകളും ഞാൻ കൊടുത്തിട്ടുണ്ട്. സുനൻ മഅ്സൂറ, ഖുർആനിലും സുന്നത്തിലും സ്ഥിരപ്പെട്ട അമലുകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. വ ഇബാദത്തുൻ മജ്ഹൂലത്തുൻ വ മഅലൂമ വ ഉഖ്റാ മഹ്ജൂറ. ആളുകൾക്ക് അറിയാത്ത ഒരുപാട് ഇബാദത്തുകളുണ്ട്, അതിവിടെ പരാമർശിച്ചിട്ടുണ്ട്. അറിയുന്നതും ഇവിടെ പരാമർശിച്ചിട്ടുണ്ട്. ഇനി ചില കാര്യങ്ങൾ ആളുകൾ മഹ്ജൂറാക്കിയിട്ടുണ്ട്, ഉപേക്ഷിച്ചിട്ടുണ്ട്. അറിഞ്ഞിട്ടും ഒരു കാലഘട്ടത്തിൽ ആരും ചെയ്യാതെ ഉപേക്ഷിച്ചു പോയിട്ടുള്ള ചില സുന്നത്തുകളുണ്ട്. ഇതെല്ലാം അദ്ദേഹം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, ഇന്നഹ മിനഹും മിനല്ലാഹ്, തീർച്ചയായും ഇത് അല്ലാഹുവിൽ നിന്നുള്ള ഒരു സമ്മാനമാണ്. ജല്ല ഫി ഉലാ ലിഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിനുള്ള ഈ സുന്നത്തുകളെ കുറിച്ചാണ് പറയുന്നത്. ഈ സുന്നത്തുകൾ യഥാർത്ഥത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ സമ്മാനമാണ്. ലിയസ്തസീദു മിന ത്വാഅത്ത്, അവർ ധാരാളം പുണ്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. വഹിയ മിനഹുൻ, അത് യഥാർത്ഥത്തിൽ ഒരു സമ്മാനമാണ്. ലിമാ ഫീഹാ മിൻ മുദാഅഫത്തിൽ ഉജൂർ അല്ലതി ലം തകുൻ ലിൽ ഉമ്മി സാബിഖ, കഴിഞ്ഞുപോയ ഉമ്മത്തിനൊന്നും ഇല്ലാത്ത രൂപത്തിൽ ഒരുപാട് പ്രത്യേകതകൾ ഈ ഉമ്മത്തിനുണ്ട്. അതിൽപ്പെട്ടതാണ് ചെറിയ ചെറിയ കർമ്മങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകുക എന്നുള്ളത്. എന്തുകൊണ്ടാണ് അള്ളാഹു നമുക്ക് അങ്ങനെ ഒരു അവസരം നൽകിയത്? കാരണം സഹോദരങ്ങളെ, നമ്മുടെ ആയുസ് വളരെ കുറവാണ്. കഴിഞ്ഞുപോയ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ശേഷക്കാരായ അമ്പിയാക്കളുടെയും ഒക്കെ ഉമ്മത്തിന് ഒരുപാട് ആയുസ്സുണ്ടായിരുന്നു. ആയിരക്കണക്കിന് വർഷം വരെ ആയുസ്സുള്ള ഉമ്മത്തുണ്ടായിരുന്നു. നമ്മുടെ അമാർ, നമ്മുടെ വയസ്സെന്ന് പറയുന്നത് മാബൈന സിത്തീൻ വസബഈൻ, 60-ന്റെയും 70-ന്റെയും ഇടയിലാണ്. ചിലർ അതിനെ വിട്ട് കടക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമുള്ള കർമ്മങ്ങൾ നിശ്ചയിക്കുകയും അതിനിരട്ടി ഇരട്ടി പ്രതിഫലം നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അതാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇത് അദ്ദേഹം എഴുതാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്താണ്. പലപ്പോഴും നല്ല നല്ല സുഹൃത്തുക്കൾ കാരണത്താൽ മുസ്ലിം ഉമ്മത്തിന് പണ്ഡിതന്മാരിൽ നിന്ന് വലിയ വലിയ കൃതികൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അൽ അഖീദത്തുൽ വാസതിയ്യ എന്ന് പറയുന്ന ഗ്രന്ഥം, വാസത്ത് എന്ന് പറയുന്ന നാട്ടിൽ അവിടെയുള്ള ഭരണാധികാരി ആ നാട്ടുകാർക്ക് ശരിയായ വിശ്വാസം പഠിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എഴുതി തരണം എന്ന് പറഞ്ഞ് അദ്ദേഹം ചെറിയ മണിക്കൂറുകൾ കൊണ്ട് എഴുതിയതാണ്. വലിയ പ്രസിദ്ധമായ അള്ളാഹുവിൻ്റെ അടുക്കൽ കബൂലുള്ള ഗ്രന്ഥങ്ങളായി വർഷങ്ങൾക്കിപ്പുറവും ആ കൊച്ചു കൃതി ആളുകൾ യഥാർത്ഥ വിശ്വാസം പഠിക്കാൻ വേണ്ടി പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ ആളുകൾ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ, ചിലർ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ, ഇപ്പോൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് അദ്ദാഉ വദ്ദവാ എന്ന് പറയുന്ന ഗ്രന്ഥം. യഥാർത്ഥത്തിൽ ഒരു വ്യക്തി അയാളുടെ ഒരു വൈകല്യം, ഒരു രോഗം, അയാളുടെ ഖൽബിന് പിടിപ്പെട്ട ഒരു രോഗത്തെക്കുറിച്ച് അതിൻ്റെ പ്രതിവിധി എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടി എന്നോണമാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ആ ഗ്രന്ഥം രചിച്ചിട്ടുള്ളത്. പിന്നീട് മുസ്ലിം ഉമ്മത്തിന് വലിയൊരു മുതൽക്കൂട്ടാകുന്ന ഒരു ഗ്രന്ഥമായി തീർന്നിട്ടുണ്ട്. ഇവിടെ അദ്ദേഹം ഇതേപോലെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ അദ്ദേഹത്തോട് നിർദ്ദേശിച്ചതാണ്, ഇങ്ങനെ മുഴുവൻ സുന്നത്തുകൾ വിവരിക്കുന്ന ഒരു ഗ്രന്ഥം വേണ്ടതുണ്ട് എന്നുള്ളത്. അതിന് പ്രധാനപ്പെട്ട 2 കാരണങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഈ കൃതി, സുന്നത്തുകൾ വിശദീകരിക്കുന്ന ഈ കൃതി രചിക്കാനുള്ള പ്രധാനപ്പെട്ട 2 കാരണങ്ങളാണ്. ഒന്നാമത്തേത് സഹോദരങ്ങളെ, അദ്ദേഹം പറയുന്നു, മുസ്ലിം ويبكي أين كل محب خليل نبينا حينما ينال منه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആളുകൾ ചീത്ത വിളിക്കുന്നുണ്ട്, പല രൂപത്തിലുള്ള പരിഹാസങ്ങളുണ്ട്. ബിമഖാലാത്തിൻ മുസീഅ ഔ റുസൂമാത്തിൻ സാഖിറ ഔ ഗൈരിഹാ മിൻ അസാലീബിൽ ഇസ്തിൻഖാസ് വൽ ഇസ്തിഹ്സാഇ മിൻ അഅദാഇൽ ഉമ്മ വല്ലതി തതാലഅന ബൈന വഖ്തിൻ വആഖർ. അദ്ദേഹം പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഹസിച്ചുകൊണ്ടുള്ള കാർട്ടൂണുകൾ, പരിഹസിച്ചുകൊണ്ടുള്ള എഴുത്തുകൾ വളരെ മോശമായി അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ ഒരു മുസ്ലിമിൻ്റെയും കാതിന് പ്രയാസമുണ്ടാക്കുന്ന, കൽബിന് വേദന ഉണ്ടാക്കുന്ന, അവൻ്റെ കണ്ണുകളെ ഈറനണിയിക്കുന്ന കാര്യമാണത്. അതുകൊണ്ട് തന്നെ അതിന് ദിഫാ ചെയ്യണം, അതിനെ ചെറുത്തു നിൽക്കേണ്ടതുണ്ട്. അതിനെ ചെറുത്തു നിൽക്കുക എന്നുള്ളത് അദ്ദേഹം പറയുന്നു അദ്ദിഫാ വസ്സുന്നത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ നമ്മൾ മുമ്പിൽ വെച്ചുകൊണ്ടാണ്. എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു കാണിച്ചത്? അതിനെ ചെറുത്തുകൊണ്ട്, ആ സുന്നത്തുകളെ പ്രതിരോധിച്ചുകൊണ്ട്, ആ സുന്നത്തുകൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ പ്രതിരോധിക്കുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെയുള്ള മറുപടികൾ അല്ലെങ്കിൽ അവിടുത്തെ ആക്ഷേപങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ മറുപടി പറയുമ്പോൾ
ആ മറുപടി പറയുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യാൻ അവർക്ക് അർഹരായിട്ടുള്ളത്. അവരാണ് അതിന് കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആളുകൾ. മുസ്ലിം ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിച്ചുകൊണ്ട് അവിടുന്ന് എങ്ങനെയാണ് പെരുമാറിയത്, അവിടുന്ന് എങ്ങനെയാണ് ആളുകളോട് സംസാരിച്ചത്, അവിടുത്തെ വിനയം എങ്ങനെയായിരുന്നു, അവിടുന്ന് എത്ര കാരുണ്യത്തോടു കൂടിയാണ്, അനുകമ്പയോടു കൂടിയാണ് ആളുകളോട് പെരുമാറിയത്, അവിടുത്തെ സംസാരം എങ്ങനെയായിരുന്നു, നടത്തം എങ്ങനെയായിരുന്നു, ഇത് ശരിക്ക് പഠിച്ചിട്ട് ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രതിരോധിക്കുന്നതിൻ്റെ വലിയൊരു ഭാഗമാണ്. അതല്ലാതെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ ചീത്ത വിളിക്കുമ്പോൾ നമുക്ക് ദേഷ്യം ഉണ്ടാവും. പക്ഷെ അതിനെ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ മാത്രം പ്രതിരോധിച്ചിട്ട് കാര്യമില്ല. ഒരാൾ സുന്നത്തുനിന്ന് ബഹുദൂരം പിന്നിലാണ്, സുന്നത്തൊന്നും പഠിക്കുന്നുമില്ല, അറിയുകയുമില്ല, ജീവിതത്തിൽ പകർത്തുന്നുമില്ല, എന്നിട്ട് എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമുണ്ട് എന്ന് പറയുന്നതിൽ കാര്യമില്ല. മറിച്ച് അവിടുത്തെ സുന്നത്തിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം. രണ്ടാമത്തെ കാര്യമായി അദ്ദേഹം പറയുന്നത് ഹുവ മാ യശ്ഹദുഹു വാഖിഉനാ അൽയൗം മിന അത്ഫരീതി ഫി സുന്നത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഇംതിസാലിഹി. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റുന്നതിൽ വളരെയധികം വീഴ്ച വരുത്തിയിട്ടുണ്ട്. എന്താണ് വീഴ്ച വരുത്താൻ കാരണം? ബിഹുജ്ജത്തി അന്നഹാ മിമ്മാ യുസാബു ഫാഇലുഹാ വലാ യുആഖബു താരിഖുഹാ. പൊതുവെ സുന്നത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പറയാറുണ്ട് സുന്നത്തല്ലേ. സുന്നത്തെന്ന് പറഞ്ഞാൽ അതായത് ചെയ്താൽ കൂലിയുണ്ട്, ഉപേക്ഷിച്ചാൽ കുറ്റമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതൊരു സുന്നത്തും ഉപേക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. നമ്മൾ ഓരോന്നോരോന്നും അതിന് എണ്ണി പറയുന്നില്ല, ചിന്തിച്ച് നോക്കിയാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ മുഴുവനും ആ രൂപത്തിലാണ് ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം സുന്നത്ത് എന്ന് പറയുമ്പോൾ അവർ യഥാർത്ഥത്തിൽ ഉസൂലുൽ ഫിഖ്ഹിലും ഒക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ആ സുന്നത്തിന്റെ നിർവചനം മാത്രമാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത്. അഥവാ ചെയ്താൽ കൂലിയുള്ള, ഉപേക്ഷിച്ചാൽ കുറ്റമില്ലാത്ത കാര്യം, ആ നിലക്കാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ സുന്നത്ത് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ അതിൽ നിർബന്ധമായ കാര്യങ്ങൾ ഉണ്ടാകും. കാരണം സുന്നത്തിന്റെ അടിസ്ഥാന അർത്ഥം ചര്യ എന്നുള്ളതാണ്. അതിൽ നിർബന്ധമായ കാര്യം ഉണ്ടാകും, അതിൽ സുന്നത്തായ കാര്യം ഉണ്ടാകും, അതിൽ അത് കൂടുതൽ ചെയ്താൽ കൂടുതൽ പ്രതിഫലമുള്ള കാര്യം ഉണ്ടാകും, ഇതെല്ലാം ഉണ്ടാകും. പക്ഷെ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിന് അത്ര നിലക്ക് ഗൗനിക്കാറില്ല, അതിനെ പലപ്പോഴും ഉപേക്ഷിക്കാറുള്ളത്. അദ്ദേഹം പറയുന്നത് എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദീനിൽ അടിയുറച്ച് നിൽക്കുന്ന, ദീനിന്റെ കാര്യങ്ങൾ ശരിക്കു പാലിക്കുന്ന ആളുകൾ പോലും പലതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തുകൾ അധികവും പാലിക്കുന്നില്ല. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ രീതികളോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭക്ഷണം കഴിക്കുന്ന സമയത്തും നടക്കുന്ന സമയത്തും ഇരിക്കുന്ന സമയത്തും അങ്ങനെ അവിടുന്ന് കാണിച്ചു തന്ന മാർഗങ്ങളോ ഒന്നും പിൻപറ്റുന്നത് കാണുന്നില്ല. ദീൻ പഠിക്കുന്നവരിൽ പോലും അത് വളരെയധികം കുറഞ്ഞു പോയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആ കാരണം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ സുന്നത്ത് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത് വിശദീകരിച്ചുകൊണ്ട് ഒരു കൃതി എഴുതിയിട്ടുള്ളത്. മുൻഗാമികൾ പറയുമായിരുന്നു, അതായത് അമലുകൾ ചെയ്യാതെ ഇൽമ ഒരുപാട് പഠിച്ചിട്ട് അറിവ് ഒരുപാട് കേട്ടിട്ട് അത് ജീവിതത്തിൽ പകർത്താതിരിക്കുന്ന സമയത്ത് അവരിൽ ചിലർ പറയായിരുന്നു, യാ ഹാദാ ഇദാ അഫ്നൈത ഉംറക ഫീ ജംഇ സിലാഹ് ഫമതാ തുഖാതിൽ. ഓ മനുഷ്യ, നീ നിന്റെ ജീവിതകാലം മുഴുവനും ആയുധം ശേഖരിക്കുന്ന പണിയിലായാൽ എപ്പോഴാണ് നീ പിന്നെ യുദ്ധം ചെയ്യുക? അല്ലെ, എന്തിനാണ് ആയുധം ശേഖരിക്കുന്നത്? യുദ്ധത്തിന് വേണ്ടിയിട്ടാണ്. എപ്പോഴും ആയുധം ശേഖരിക്കാനാണ് നീ പോകുന്നത് എങ്കിൽ യുദ്ധമൊന്നും നിനക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. അതുപോലെ എപ്പോഴും നീ അറിവ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷേ എപ്പോഴും നീ ഒന്ന് അമല് ചെയ്തു തുടങ്ങുക. എന്തിനാണ് നീ അറിവ് പഠിക്കുന്നത്? എന്തിനാണ് ഈ ക്ലാസ്സുകൾ കേൾക്കുന്നത്? എന്തിനാണ് നല്ല നല്ല ഇസ്ലാമികമായ ലേഖനങ്ങൾ നമ്മൾ വായിക്കുന്നത്? അതിങ്ങനെ അറിവ് ഡാറ്റാബേസ് നമ്മുടെ തലയിൽ ഉണ്ടാക്കി വെക്കാനാണോ? അല്ല, അത് അമല് ചെയ്യാനാണ്. അറിവിന്റെ താല്പര്യം തന്നെ അമല് ചെയ്യാനാണ്. അതുകൊണ്ട് മുൻഗാമികളായ പലരും അവർക്ക് ഒരുപാട് വിദ്യാർത്ഥികൾ വർദ്ധിക്കുന്ന സമയത്ത്, എന്നാൽ അവരിൽ കാര്യമായ മാറ്റങ്ങളൊന്നും കാണാതിരിക്കുന്ന സമയത്ത് അവർ അങ്ങനെ കൃതികൾ എഴുതിയിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. അതിൽപ്പെട്ടതാണ് അൽ ഖത്തീബ് അൽ ബഗ്ദാദി റഹിമഹുല്ലാ. അദ്ദേഹത്തിന് ധാരാളം ആളുകൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഹദീസ് പഠിക്കാനും മറ്റുമായിട്ടൊക്കെ വന്നിരുന്നു. പക്ഷേ വലിയ വിദ്യാർത്ഥികളിൽ വലിയ അതിൻ്റെ ഒരു പ്രതിഫലനം വേണ്ടത്ര കാണാതായപ്പോൾ അദ്ദേഹം എഴുതി ഇഖ്തിലാഉൽ ഇൽമി അൽ അമൽ, ഇൽമ് അമലിന് അനിവാര്യമാക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു കൃതി രചിക്കുകയുണ്ടായി. ഇൽമ എന്ന് പറഞ്ഞാൽ അത് അമലിന് അനിവാര്യമാക്കുന്ന കാര്യമാണ്. ഇൽമ വെറുതെ മുസ്തഖിലായ ഒരു, അതിന് വേറൊരു ദൗത്യമില്ലാത്തൊരു കാര്യമേ അല്ല. ഏതൊരു അറിവും അത് നമ്മുടെ ഖുശൂ വർദ്ധിപ്പിക്കാൻ, നമുക്ക് അമലുകൾ വർദ്ധിപ്പിക്കാൻ അത് പാത്രമാകണം. അതാണ് യഥാർത്ഥത്തിൽ അമൽ എന്ന് പറയുന്നത്. കാരണം മുൻഗാമികൾ ഇൽമിനെ കുറിച്ച് പറഞ്ഞത് തന്നെ വിശദീകരണം അതാണ്. ഇൽമെന്ന് പറഞ്ഞാൽ അത് അൽ ഖശ്യ അല്ലതി തൂരിസു സിയാദതൻ ഫി ത്വാഅ. ഇൽമെന്ന് പറഞ്ഞാൽ അത് ഖശിയത്താണ്, ഭയപ്പാടാണ്. അത് നമ്മുടെ ഇബാദത്ത് വർദ്ധിക്കാൻ കാരണമാകണം.
അത് കാരണമാകുന്ന കാര്യമാണ് ഇൽമ്. അല്ലാതെ കേട്ടിട്ട് നമ്മുടെ മനസ്സിനൊരു സ്വാധീനവുമില്ല, നമ്മുടെ ഇബാദത്തുകളിൽ ഒരു മാറ്റവും ഇല്ല എങ്കിൽ അതിന് ഇൽമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നാണ് മുൻഗാമികൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹം സഹോദരങ്ങളെ ഈ കൃതി രചിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അതിനുശേഷം ഇതിൻ്റെ മുഖദ്ദിമയിലേക്ക് അദ്ദേഹം പ്രവേശിക്കുകയാണ്. അവിടെ അദ്ദേഹം ആദ്യമായി ചർച്ച ചെയ്യുന്നത് മഅന അസ്സുന്ന. നമ്മൾ അസ്സുനനുൽ യൗമിയ്യ എന്നാണ് പറഞ്ഞത്, നമ്മുടെ ഒരു നിത്യജീവിതത്തിലെ സുന്നത്തുകൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് സുന്ന എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം? സുന്ന എന്ന വാക്കിന്റെ അടിസ്ഥാന സഹോദരങ്ങളെ പണ്ഡിതന്മാർ പറയും, ഹിയ കുല്ലു മാ ഉദീഫ ലിർറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖൗലിൻ ഔ ഫിഅലിൻ ഔ തഖ്രീരിൻ ഔ സിഫത്തിൻ ഖൽഖിയ്യ ഔ ഖുലുഖിയ്യ. ഇതാണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ. എന്തൊക്കെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർക്കപ്പെടുന്ന വാക്കുകൾ, അതുപോലെ തന്നെ അവിടുത്തെ പ്രവൃത്തികൾ, അവിടുത്തെ തഖ്രീറുകൾ, മൗനാനുവാദങ്ങൾ, സഹാബികൾ ചെയ്യുന്നതിനെ അവിടുന്ന് എതിർക്കാതെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് സുന്നത്താണ്. അതുപോലത്തെ സിഫത്തുൻ ഖൽഖിയ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരഘടനകൾ, അത് അവിടുത്തെ സുന്നത്ത് എന്ന് പറയും. അതുപോലെ തന്നെ ഔ ഖുലുഖിയ്യ, അവിടുത്തെ സ്വഭാവ ഗുണങ്ങൾ, അവിടുത്തെ ലജ്ജയുള്ളവരായിരുന്നു, അവിടുന്ന് വിനയമുള്ളവരായിരുന്നു, അങ്ങനെയുള്ള സ്വഭാവ ഗുണങ്ങൾ, ഇതെല്ലാം സുന്നത്ത് എന്ന് പറയാറുണ്ട്. എന്നാൽ സുന്നത്ത് എന്ന് പറയുന്നത് വിശാലമായൊരു അർത്ഥമുണ്ട്. സുന്നത്ത് എന്ന് പറയുന്നത് വിശാലമായൊരു അർത്ഥമുണ്ട്. അതിൻ്റെ അർത്ഥം ത്വരീഖ എന്നാണ്, ഒരു ചര്യ അല്ലെങ്കിൽ ഒരു വഴി, സഞ്ചരിക്കാനുള്ള വഴി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നിട്ടുള്ളത്. അവസാന കാലഘട്ടത്തിൽ വ്യത്യസ്ത കക്ഷികളും ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് മുസ്ലിം ഉമ്മത്ത് ഭിന്നിക്കുന്ന സമയത്ത് അവിടുന്ന് പറഞ്ഞു, ഫഅലൈക്കും ബിസുന്നതി, നിങ്ങൾ എൻ്റെ സുന്നത്ത് പിൻപറ്റേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്ന സുന്നത്ത്? അവിടെ ഉദ്ദേശിക്കുന്ന മാർഗം എന്നുള്ളതാണ്. എൻ്റെ മാർഗം, ഞാൻ സഞ്ചരിച്ച മാർഗം. വസുന്നത്തുൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദീൻ, എൻ്റെ സച്ചരിതരായ സന്മാർഗികളായ എൻ്റെ ഖുലഫാക്കളെ, പിൻഗാമികളെ നിങ്ങൾ പിൻപറ്റണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പം ആ നിലക്ക് എന്താണ് സുന്ന എന്ന് പറഞ്ഞാൽ? മുഴുവൻ ചര്യ. അതിൽ വാജിബുണ്ടാകാം, അതിൽ സുന്നത്തുണ്ടാകാം, അതിൽ ആ രൂപത്തിൽ മുഴുവൻ കാര്യങ്ങളും അതിലുണ്ട്. ആ നിലക്കാണ്. എന്നാൽ ഇവിടെ സഹോദരങ്ങളെ നമ്മൾ പഠിക്കുന്ന സുന്നത്ത് എന്താണ്? ഇവിടെ അസ്സുനനുൽ യൗമിയ്യ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവൻ ചര്യകളും നമ്മളിവിടെ പഠിക്കുന്നില്ല. മറിച്ച് ഇവിടെ നമ്മൾ പഠിക്കുന്നത് മുസ്തഹബായ, അഥവാ ചെയ്താൽ പ്രതിഫലം കിട്ടുന്ന, ഉപേക്ഷിച്ചാൽ കുറ്റമില്ല എന്ന് പറയുന്ന ചര്യകൾ, സുന്നത്തുകളാണ് യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ നമ്മളിവിടെ പഠിക്കുന്നത്. അഥവാ നമുക്ക് കുറ്റമില്ല, പക്ഷെ ചെയ്താൽ ധാരാളം പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ്. അതിന് ഫജ്റിന് മുമ്പ് 2 റക്അത്ത് മനഃപൂർവ്വം ഒരാൾ ഉപേക്ഷിച്ചാൽ വല്ല കുറ്റമുണ്ടോ? ഒരു കുറ്റമില്ല. പക്ഷെ ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം എത്രയാണ്? നമ്മൾ നേരത്തെ കേട്ടു, ദുനിയാവ് മുഴുവൻ അയാൾക്ക് കിട്ടുന്നതിനേക്കാളും ഹൈറാണ് ഫജ്റിന് മുമ്പ്, ഇഖാമത്തിന് മുമ്പായിട്ട് തന്നെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളത് എന്നാണ്. ഇനി സഹോദരങ്ങൾ, അദ്ദേഹം അതിനുശേഷം ചില ഉദാഹരണങ്ങൾ കൊടുക്കുകയാണ്. അത് സലഫുകൾ, നമ്മുടെ മുൻഗാമികൾ, സഹാബികൾ മുതൽ അങ്ങോട്ടുള്ള നമ്മുടെ മുൻഗാമികൾ ഈ സുന്നത്തായ കാര്യങ്ങൾ പിൻപറ്റുന്നതിന് വേണ്ടിയിട്ട് എത്രമാത്രം താല്പര്യമുള്ളവരായിരുന്നു എന്നറിയിക്കുന്ന ചില ഉദാഹരണങ്ങൾ കൊടുത്തിരിക്കുകയാണ്. അതിനുവേണ്ടി അദ്ദേഹം ആദ്യമായി കൊണ്ടുവന്നിട്ടുള്ളത് സ്വഹീഹ് മുസ്ലിമിലുള്ള ഒരു ഹദീസാണ്. ആ ഹദീസ് അദ്ദേഹം കൊടുക്കുന്നുണ്ട്. റവാ മുസ്ലിമുൻ ഫി സഹീഹിഹി, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സഹീഹ് മുസ്ലിമിൽ കൊടുത്തിട്ടുണ്ട്. ഹദീസ് നുഅ്മാൻ ബിൻ സാലിം. നുഅ്മാൻ ബിൻ സാലിം എന്ന് പറയുന്ന ആള് ഉദ്ധരിക്കുന്നു. ആരിൽ നിന്നും? അൻ അംർ ബിൻ ഔസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും. അംർ ബിൻ ഔസ് എന്ന് പറയുന്ന സഹാബിയിൽ നിന്നും അദ്ദേഹം ഉദ്ധരിക്കുകയാണ്. താബിഈയായ നുഅ്മാൻ ബിൻ സാലിം സഹാബിയായ അംർ ബിൻ ഔസിൽ നിന്ന് ഉദ്ധരിക്കുന്നു. അദ്ദേഹം പറയുകയാണ്, ഹദ്ദസനി അംബസത്ത് ബിൻ അബി സുഫിയാൻ, അബൂ സുഫിയാന്റെ മകനായ അംബസയിൽ നിന്നാണ് ഞാനിത് ഉദ്ധരിക്കുന്നത്, മറ്റൊരു സഹാബിയിൽ നിന്ന്. അദ്ദേഹം പറയുന്നു, ഖാല സമിഅ്തു ഉമ്മ ഹബീബ, ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം 4 ആൾ നമ്മൾ പറഞ്ഞു. ഒരു താബിഈ, അദ്ദേഹം ഒരു സഹാബിയിൽ നിന്ന് കേട്ടു, അദ്ദേഹം മറ്റൊരു സഹാബിയിൽ നിന്ന് കേട്ടു, അദ്ദേഹം മറ്റൊരു സഹാബി സ്ത്രീയിൽ നിന്ന് കേട്ടു, ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയിൽ നിന്നും കേട്ടു. എന്നിട്ട് അവർ പറയുകയാണ്, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. മൻ സല്ല 12 റക്അതൻ ഫീ യൗമിൻ വലൈല, ആരെങ്കിലും ഒരു ദിവസം 12 റക്അത്ത് സുന്നത്ത് നിസ്കാരം, റവാത്തിബ് സുന്നത്താണ് ഉദ്ദേശിക്കുന്നത്, ബുനിയ ലഹു ബിഹിന്ന ബൈത്തുൻ ഫിൽ ജന്ന, അതുകൊണ്ട് അല്ലാഹു തആല അവന് സ്വർഗത്തിൽ ഭവനം നൽകും, സ്വർഗത്തിൽ ഒരു ഭവനം അല്ലാഹു നൽകും. നമ്മൾ അതിന്റെ വിശദീകരണത്തിലേക്ക് അല്ല ഇപ്പോൾ പോകുന്നത്, അത് ഇൻഷാ അല്ലാഹ് പിന്നീട് വരുന്നുണ്ട്. 12 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തെ കുറിച്ച് ഇവിടെ സലഫുകളുടെ ഹിർസ് എന്താണ്? ഇത് റിവായത്ത് ചെയ്ത ഉമ്മു ഹബീബ അവർ പറയുകയാണ്,
ഫമാ തറക്തുഹുന്ന മുൻദു സമിഅ്തുഹുന്ന മിൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഞാൻ കേട്ടിട്ട് ഇന്ന് വരെ ഞാനത് ഉപേക്ഷിച്ചിട്ടില്ല. ഹദീസ് വെറുതെ റിവായത്ത് ചെയ്യുകയല്ല, അവരത് ഉപേക്ഷിച്ചിട്ടില്ല. അവരിൽ നിന്ന് കേട്ട അംബസത്ത് ബിൻ അബീ സുഫിയാൻ ഉണ്ട്. അദ്ദേഹം പറയുകയാണ്, ഫമാ തറക്തുഹുന്ന മുൻദു സമിഅ്തു മിൻ ഉമ്മി ഹബീബ. ഉമ്മു ഹബീബയിൽ നിന്ന് കേട്ടതിന് ശേഷം ഞാൻ ഇത് ഉപേക്ഷിച്ചിട്ടില്ല. അദ്ദേഹത്തിൽ നിന്ന് കേട്ടത് അംർ ഇബ്നു ഔസാണ്. അദ്ദേഹം പറയുന്നു, മാ തറക്തുഹുന്ന മുൻദു സമിഅ്തുഹുന്ന മിൻ അംബസ. അംബസയിൽ നിന്ന് കേട്ടതിന് ശേഷം ഞാനിത് ഉപേക്ഷിച്ചിട്ടില്ല. അദ്ദേഹത്തിൽ നിന്ന് റിവായത്ത് താബിഈയായ നുഅ്മാൻ ഇബ്നു സാലിം. അദ്ദേഹം പറയുകയാണ്, മാ തറക്തുഹുന്ന മുൻദു സമിഅ്തുഹുന്ന മിൻ അംർ ഇബ്നു ഔസ്. അംർ ഇബ്നു ഔസിൽ നിന്ന് കേട്ടതിന് ശേഷം ഞാനിത് ഉപേക്ഷിച്ചിട്ടില്ല എന്നാണ്. ഒരു സനദിന്റെ പരമ്പര, ഒരു സനദ് നമ്മൾ കാണുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉമ്മു ഹബീബ കേൾക്കുന്നു, അവരിൽ നിന്ന് അംബസ കേൾക്കുന്നു, അവരിൽ നിന്ന് അംർ ഇബ്നു ഔസ് കേൾക്കുന്നു, അവരിൽ നിന്ന് നുഅ്മാൻ ഇബ്നു സാലിം കേൾക്കുന്നു, അല്ലെ? അങ്ങനെ പരമ്പര കാണുകയാണ്. ഈ പരമ്പരയുള്ള ആളുകൾ ആ ഇൽമു വെറുതെ കൈമാറി പോവുകയല്ല ചെയ്തത്, മറിച്ച് അവരെല്ലാവരും പറയുന്നത് ഞാനിത് കേട്ടതിന് ശേഷം ഉപേക്ഷിച്ചിട്ടേ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ സലഫുകൾ എത്രമാത്രം സുന്നത്തായ കാര്യങ്ങൾ ചെയ്യുന്നതിന് താല്പര്യം കാണിച്ചിരുന്നു എന്നുള്ളതിനുള്ള ഒരു ഉദാഹരണമാണ് അത്. രണ്ടാമതായി അദ്ദേഹം കൊടുത്തിട്ടുള്ളത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഹദീസാണ്. ബുഖാരിയും മുസ്ലിം ഒക്കെ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ആ ഹദീസിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയാണ്. ഒരിക്കൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ, അവർക്ക് അരക്കുന്ന കല്ല് കൊണ്ട് അരച്ചിട്ട് കൈക്ക് നല്ല വേദന, വീട്ടുജോലി എടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പുത്രിയാണ്. വീട്ടുജോലി എടുത്ത് അരക്കുന്ന കല്ലൊക്കെ കൊണ്ട് ഉപയോഗിച്ചിട്ട് കൈക്ക് നല്ല വേദന ഉണ്ടായി. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില അടിമകളെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ അവരിൽ നിന്നും ആരെങ്കിലുമൊക്കെ ജോലിക്കെടുക്കാനായിട്ട് സഹായം ചോദിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് എത്തിയതായിരുന്നു ആര്? ഫാത്തിമ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ടായിരുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹയാണ് കണ്ടത്. ആയിഷ റളിയല്ലാഹു അൻഹയോട് കാര്യം പറഞ്ഞു. അവർ തിരിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ വീട്ടിൽ നിന്ന് ആയിഷ റളിയല്ലാഹു അൻഹ കാര്യം പറഞ്ഞു. ഉടനെ തന്നെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ, തൻ്റെ മകളുടെ ഭർത്താവ്, വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരികയാണ്. അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്നാൽ ഞങ്ങളിങ്ങനെ എഴുന്നേൽക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ മക്കാനിക്കുമ, രണ്ടുപേരും കിടന്നിരുന്നു, നിങ്ങൾ അവിടെ തന്നെ കിടന്നോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഫഖഅദ ബൈനനാ ഹത്താ വജദ്തു ബർദ ഖദമിഹി അലാ സദ്രി. എന്നിട്ട് ഞങ്ങളുടെ ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുകയാണ്. മകളും മകളുടെ ഭർത്താവാണ്. അപ്പോൾ ഇരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കാലിൻ്റെ തണുപ്പ് എൻ്റെ നെഞ്ചിൽ തട്ടിയിരുന്നു. അപ്പം അങ്ങനെ കിടന്നപ്പോൾ അവിടെ ഇരുന്നിട്ടാണുള്ളത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ് അദ്ദേഹം പറയുന്നത്, അലാ ഉഅല്ലിമുകുമാ ഖൈറൻ മിമ്മാ സഅൽതുമാ. നിങ്ങൾ രണ്ടുപേരും ചോദിച്ചതിനേക്കാളും ഒരു നന്മ ഞാൻ പഠിപ്പിച്ചു തരട്ടെ, അതിനേക്കാളും ഖൈറുള്ളൊരു കാര്യം പഠിപ്പിച്ചു തരട്ടെ. നിങ്ങളൊരു വൃത്തിനെ കിട്ടാനാണ്, ജോലിക്കാരനെ കിട്ടാനാണ് വന്നത്, അതിനേക്കാളും നിങ്ങൾക്കൊരു ഖൈറുള്ള കാര്യം പഠിപ്പിച്ചു തരട്ടെ. ഇദാ അഖൽതുമാ മദാജിഅകുമാ, നിങ്ങൾ രണ്ടുപേരും ഉറങ്ങാൻ വേണ്ടി വിരിപ്പിൽ കിടന്നാൽ, അൻ തുകബ്ബിറല്ലാഹ 34, നിങ്ങൾ 34 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്ന് പറയുക. വതുസബ്ബിഹാഹു 33, സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം പറയുക. വതഹ്മദാഹു 33, അൽഹംദുലില്ലാഹ് 33 പ്രാവശ്യം പറയുക. ഫഹുവ ഖൈറുൻ ലകുമാ മിൻ ഖാദിം, ഒരു വീട്ടുജോലിക്കാരനെ കിട്ടുന്നതിനേക്കാളും നിങ്ങൾക്ക് ഖൈറായിട്ടുള്ളത് ഇതാണ് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു പോകാൻ കഴിയുന്നില്ല. അലി റളിയല്ലാഹു അൻഹു ഇത് ഉദ്ധരിച്ചതിന് ശേഷം പിന്നീട് പറയുകയാണ്, വർഷങ്ങൾക്ക് ഇപ്പുറം പറയുകയാണ്, മാ തറക്തുഹു മുൻദു സമിഅ്തുഹു മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് രാത്രി ഇത് കേട്ടതിന് ശേഷം പിന്നീട് ഉറങ്ങുന്നതിന് മുമ്പ് 33 സുബ്ഹാനല്ലാഹയും 33 അൽഹംദുലില്ലയും 34 അല്ലാഹു അക്ബറും പറയുക എന്നുള്ളത് ഞാൻ ഉപേക്ഷിച്ചിട്ടേയില്ല. ആരാണ് പറയുന്നത്? അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇത് കേട്ടപ്പോൾ സഹാബത്തിന് ചെറിയൊരു ആശ്ചര്യമുണ്ടായി. അവർ ചോദിച്ചു, വല ലൈലത്ത സിഫീൻ. സിഫീൻ യുദ്ധം വളരെ അറിയപ്പെട്ട കാര്യമാണ്. അലി റളിയല്ലാഹു ഒരു കക്ഷിയും ഇപ്പുറത്ത് വേറെ കക്ഷിയൊക്കെ ആയിട്ട് വലിയ ചേരിതിരിവ് സ്വഹാബികൾക്കിടയിൽ തന്നെ ഉണ്ടായിപ്പോയ സങ്കടകരമായ ഒരു അവസ്ഥയായിരുന്നു അത്. അപ്പോൾ സഹാബികൾ ചിലർ ചോദിച്ചു, സിഫീൻ യുദ്ധത്തിൻ്റെ അന്ന് നിങ്ങൾ ചിലപ്പോൾ ഉപേക്ഷിച്ചിട്ടുണ്ടാവില്ലേ? അദ്ദേഹം പറഞ്ഞു, വല ലൈലത്ത സിഫീൻ, ലൈലത്ത സിഫീൻ, സിഫീനിൻ്റെ അന്ന് രാത്രിയിലും ഞാനിത് ചൊല്ലിയിട്ടാണ് ഉറങ്ങിയത്. അതായത് സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം എന്ത് വലിയ പ്രശ്നങ്ങളുണ്ടായാലും പ്രയാസങ്ങളുണ്ടായാലും സുന്നത്തുകൾ അവർ പരമാവധി ചെയ്തിരുന്നു എന്നുള്ളത് സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അത് മറ്റൊരു ഉദാഹരണമാണ്. സലഫുൽ ഒരു സുന്നത്തായ കാര്യം, നിർബന്ധമായ കാര്യമല്ല, പക്ഷേ ഒരു രാത്രി പോലും മരണം വരെ അത് ഉപേക്ഷിച്ചിട്ടില്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റൊരു ഉദാഹരണം കൊടുത്തിട്ടുള്ളത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, അദ്ദേഹത്തിന് ജനാസ നിസ്കാരത്തിന് വേണ്ടി പങ്കെടുത്ത് പിരിയുന്ന ഹദീസ് മാത്രമേ കേട്ടിട്ടുള്ളൂ. അതിനുശേഷം മറമാടാൻ വേണ്ടി ഖബർസ്ഥാനിൽ പോയി വന്നാലുള്ള പ്രതിഫലത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ആദ്യം കേട്ടിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ആദ്യകാലത്തൊക്കെ കാണാൻ സാധിക്കും, അദ്ദേഹം എന്ത് ചെയ്യായിരുന്നു,
അദ്ദേഹം ജനാസ നിസ്കരിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പിരിഞ്ഞു പോകും. പിന്നീട് അത് മറമാടാൻ വേണ്ടി ഖബർസ്ഥാനിലേക്ക് അദ്ദേഹം പോകുമായിരുന്നില്ല. കാരണം അദ്ദേഹം വിചാരിച്ചു അത്രേ സുന്നത്തുള്ളൂ എന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആമിർ ബിൻ സഅദ് ബിൻ അബി വഖാസ് അദ്ദേഹം ഉദ്ധരിക്കുകയാണ്, അദ്ദേഹം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഇങ്ങനെ ഒരുക്കിയിരിക്കുന്ന സമയത്ത് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വരികയാണ്. എന്നിട്ട് പറഞ്ഞു, യാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ, ഓ അബ്ദുല്ലാഹി ഇബ്നു ഉമർ, അലാ തസ്മഉ മാ യഖൂലു അബൂ ഹുറൈറ, അബൂ ഹുറൈറ റളിയല്ലാഹു പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അന്നഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അബൂ ഹുറൈറ കേട്ടിട്ടുണ്ടത്രേ. എന്താണ് പറയുന്നത്? മൻ ഖറജ മഅ ജനാസത്തിൻ മിൻ ബൈതിഹാ, ആരെങ്കിലും ഒരു ജനാസയോടൊപ്പം വീട്ടിൽ നിന്നും പുറപ്പെട്ടു, വസല്ല അലൈഹ, എന്നിട്ട് ജനാസയ്ക്ക് വേണ്ടി നിസ്കരിച്ചു, സുമ്മ തബിഅഹ, പിന്നീട് പിൻപറ്റി അതിനെ, ഹത്താ തുദ്ഫൻ, മറമാടുന്നത് വരെ പിൻപറ്റിയാൽ, കാന ലഹു ഖിറാത്താനി മിൻ അജ്ർ, അവന് 2 ഖിറാത്ത് പ്രതിഫലമുണ്ട് എന്ന് പറയുകയാണ്. കുല്ലു ഖിറാത്തിൻ മിസ്ലു ഉഹുദ്, ഓരോ ഖിറാത്തും ഒരു ഉഹുദ് മലയോളമുണ്ട്. ഉഹുദ് മല അറിയാലോ, ഒറ്റൊരു മലയല്ല, അത് സിൽസിലത്തുൽ ജബലാണ്, പർവ്വതം നിരയാണ്, കിലോമീറ്ററുകളുണ്ട്. ഓരോ ഖിറാത്തും ഒരു ഉഹുദ് മലയോളമുണ്ട് എന്നിട്ട് പറയുകയാണ്. വമൻ സല്ല അലൈഹ, എന്നാൽ ആരെങ്കിലും നിസ്കരിക്കൽ മാത്രമാണ് ചെയ്തത്, സുമ്മ റജഅ, എന്നിട്ടാണ് മടങ്ങിയെങ്കിൽ, കാന ലഹു മിനൽ അജ്രി മിസ്ലു ഉഹുദ്, ഒരു ഉഹുദിൻ്റെതേ ഉള്ളൂ, 2 ഉഹുദിൻ്റെ ഇല്ല, 2 ഖിറാത്തില്ല എന്ന് പറയുകയാണ്. എന്തിനാണ് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്? കാരണം അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറഞ്ഞ മുത്തബിഉ സുന്നയാണ്, ചാണോട് ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്താലും പിൻപറ്റുന്ന സ്വഹാബിയാണ്. അവിടെ നടന്നതിനെ പോലും അവിടെ പിൻപറ്റിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള സ്വഹാബി ഇത് ചെയ്യുന്നില്ല, കാരണം ആ ഇൽമ എത്തിയിട്ടില്ല, ഹദീസ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞു കൊടുക്കണം. ഇത് കേട്ട ഉടനെ തന്നെ സുന്നത്തായ ഒരു കാര്യമാണ്, അല്ല നിർബന്ധമല്ല. സമൂഹത്തിൽ ഒരാൾ 2 ആൾക്കാർ അത് ബാധ്യത തീർത്തതിന് ബാക്കിയുള്ളവർക്ക് സുന്നത്താണ്. പക്ഷെ ഇത് കേട്ടപ്പോൾ ഒരു സുന്നത്ത് നഷ്ടപ്പെട്ട ബേജാറിൽ ഉടനെ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഇത് ഉറപ്പിക്കുന്നതിന്, അബൂ ഹുറൈറ പറഞ്ഞത് ശരി തന്നെയാണ്, പക്ഷെ ഒന്നുകൂടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ആരെ വിടുകയാണ്? ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ വിടുകയാണ്, നീ പോയി ചോദിച്ചിട്ട് വരൂ എന്നുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഈ ചെയ്യുന്ന സമയത്ത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പള്ളിയിൽ നിന്നും മസ്ജിദിൽ നിന്നും കുറച്ച് ചിരലുകൾ ഇങ്ങനെ വാരിയിട്ട് കയ്യിൽ ഇങ്ങനെ പിടിച്ചിക്കുക, അത് പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. കാരണം ഒരു സുന്നത്ത് നഷ്ടപ്പെട്ട ബേജാറാണ്. അബൂ ഹുറൈറയുടെ പറഞ്ഞത് ശരിയാണോ എന്ന് അറിയാൻ ഹബ്ബാബ് പോയിട്ടുണ്ട്, ഹബ്ബാബ് തിരിച്ചു വരണം. അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഹബ്ബാബ് പോയി ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, തിരിച്ചു വന്നു. എന്നിട്ട് പറഞ്ഞു, എന്താണ്? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായിട്ട്, സദഖ അബൂ ഹുറൈറ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശരിയാണ്, സത്യമാണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു. ആ വിവരം ഖബ്ബാബ് അറിയിക്കുകയാണ്. ഇത് കേട്ട ഉടനെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കയ്യിൽ പിടിച്ച ചരട് അത് ശക്തിയായി വലിച്ചെറിഞ്ഞു, സങ്കടം കൊണ്ട്. ലഖദ് ഫറത്നാ ഫീ ഖറാറീത കസീറ, നമ്മൾ ഒരുപാട് ഖിറാത്ത് നഷ്ടപ്പെടുത്തിയല്ലോ, ഒരുപാട് വീഴ്ച വരുത്തിയല്ലോ എന്ന് പറഞ്ഞിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ വളരെ പ്രയാസത്തോടു കൂടി ഈ കാര്യത്തോട് പ്രതികരിക്കുകയാണ്. അപ്പം അങ്ങനെയായിരുന്നു സ്വഹാബികൾ ഉണ്ടായിരുന്നത്. ഓ സുന്നത്തല്ലേ, എന്ത് കാര്യം, സുന്നത്ത് നഷ്ടപ്പെട്ട വലിയ പ്രശ്നവുമില്ല, നമ്മൾ വാജിബൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ എന്നല്ല അവർ ആശ്വസിക്കുന്നത്. നമ്മൾ ഒരുപാട് സുന്നത്ത് നഷ്ടപ്പെടുത്തിയല്ലോ എന്നാണ് നവവി റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ അൽ മിൻഹാജിൽ ഇതിനെ വിശദീകരിച്ചിട്ട് പറയുന്നുണ്ട്. വഫീഹി മാ കാന സ്വഹാബത്തു അലൈഹി മിന റഗ്ബതി ഫിത്താഅതി ഹീന യബ്ലൂഹും, സ്വഹാബികൾക്ക് ഒരു പുണ്യം അവരുടെ അടുക്കലേക്ക് എത്തിയപ്പോൾ അവർക്ക് അതിനുള്ള എത്ര താല്പര്യമുണ്ട് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്നും കാണാൻ സാധിക്കും. വത്തഅസ്സുഫി അലാ മാ യഫൂതുഹും മിൻഹാ, അതിലെന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടാൽ വലിയ ഖേദം അവർക്കുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്നും കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അതാണ് സഹോദരങ്ങളെ, നമ്മുടെ മുൻഗാമികളായ സ്വഹാബികൾ അങ്ങനെയായിരുന്നു. അതുപോലെ അദ്ദേഹം കൊടുത്ത മറ്റൊരു തെളിവും കൂടി, മറ്റൊരു സഹാബികളുടെ സുന്നത്തിനോടുള്ള താല്പര്യം കാണിക്കാൻ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് കാണാൻ സാധിക്കും. അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു അബ്ദുല്ലാഹ് മുഗഫൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു കൂട്ടുകാരൻ, അയാൾ എന്ത് ചെയ്തു, നമ്മുടെ ഹദ്ഫ് എന്ന് പറയും. ഹദ്ഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എന്താണ് പറയുക, ചവണ, നമ്മൾ കല്ലെടുത്തിട്ട് ഇങ്ങനെ നമ്മൾ 2 കൈ കൊണ്ട് ഇങ്ങനെ വലിച്ചെറിയുകയോ അല്ലെങ്കിൽ ചവണ കൊണ്ട് എറിയുകയോ ഒക്കെ ചെയ്യുന്നത് അദ്ദേഹം കാണുകയുണ്ടായി. ഉടനെ തന്നെ അദ്ദേഹം അത് വിരോധിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അനിൽ ഖദ്ഫ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഈ കല്ലെറിയുന്നത്, ഈ ചെറിയ കല്ലെടുത്ത് ചവണ കൊണ്ട് എറിയുന്നത് അത് വിരോധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്, ഇന്നഹ ലാ തസീദു സൈദ, ഇതുകൊണ്ട് നിനക്കൊരു വേട്ടയൊന്നും നടത്താൻ കഴിയും, കല്ലുകൊണ്ട് എന്തെങ്കിലും ഒരു വേട്ട മുഖം മരിക്കും ഇല്ല, അതിന് കിട്ടൂല. വലാ തൻകു അദുവ,
നിനക്കൊരു ശത്രുവിനെ പരിക്കേൽപ്പിച്ച് കൊല്ലാനോ ഒന്നും അതിനെ കൊണ്ട് സാധിക്കുകയില്ല. എന്നാൽ ഇതിന്റെ പ്രശ്നം ഇതിന്റെ പല്ല് പൊട്ടിക്കും, അതുപോലെ എൻ്റെ കണ്ണും അത് ചുരുന്നെടുത്തു പോകും, കണ്ണില്ലാതായി പോകും. അതുകൊണ്ട് ഇത് ഉപയോഗിച്ച് ആരും അങ്ങോട്ടും ഇങ്ങോട്ട് കളിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ടതിന് ശേഷവും ഈ അബ്ദുല്ലാഹി ഇബ്നു മുഗഫൽ റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടുകാരൻ അയാളിത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഉടൻ തന്നെ അബ്ദുല്ലാഹി ഇബ്നു മുഗഫൽ പറഞ്ഞു, ഉഹദ്ദിസുക അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹ അൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വിരോധിച്ചതാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു. സുമ്മ തഹദിഫ്, പിന്നെയും നീ എന്ത് ചെയ്യാണ്? സുമ്മ തഹദിഫ്, നീ പിന്നെ ഇതന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ. ലാ ഉകല്ലിമുക അബദ, എന്നോട് ഞാൻ സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ദേഷ്യം പിടിച്ച് പറയുകയാണ്. ചില റിവായത്തിൽ ഇന്നാലിന്ന ദിവസം വരെ ഞാൻ നിന്നോട് സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പിരിഞ്ഞു പോവുകയാണ്. അപ്പോൾ സലഫുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനോട്, അവിടുത്തെ ചര്യയോട് കാണിച്ച താല്പര്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി ഏതാനും ചില ഉദാഹരണങ്ങൾ കൊടുക്കുകയാണ്. ഇനി ഇമാം അഹ്മദ് റഹിമഹുള്ളയെ കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഇമാം അഹ്മദ് റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ 40,000 ഹദീസുകൾ, 40,000-ത്തിനപ്പുറം ഹദീസുകൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. വ്യത്യസ്ത സനദുകൾ, ഒരേ ഹദീസായിരിക്കും വ്യത്യസ്ത സനദുകളോട് 40,000 ഹദീസുകൾക്ക് മുകളിൽ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, മാ തറക്തു ഹദീസൻ ഇല്ല അമിൽതു ബിഹി, ഞാൻ അമൽ ചെയ്യാത്ത ഒരൊറ്റ ഹദീസും ഇല്ല. ഞാനിത് കൊണ്ടുവന്ന ഹദീസ് മുഴുവനും ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുണ്ട് എന്നാണ്. എത്രത്തോളം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഹിജാമ ചെയ്തിട്ട് ഹിജാമ ചെയ്യുന്ന വ്യക്തിക്ക് ഒരു ദീനാർ അതിന് സമ്മാനമായി നൽകിയിട്ടുണ്ട്, അതിന് പാരിതോഷികമായി നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇഹ്തജംതു വഅതൈതുൽ ഹജ്ജാമ ദീനാർ, ഞാൻ അതേപോലെ ഹിജാമ ചെയ്യുകയും അതേപോലെ ഹിജാമ ചെയ്യുന്ന ആൾക്കൊരു ദീനാർ ഞാൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. 4 ഗ്രാം സ്വർണത്തിനാണ് ഒരു ദീനാർ എന്ന് പറയുന്നത്, 4.25 സ്വർണത്തിന് 4.25 ഗ്രാം സ്വർണത്തിനാണ് ദീനാർ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റുന്നതിന് വേണ്ടിയിട്ട് ഞാനത് കൊടുത്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതേപോലെ മുൻഗാമികൾ മുഴുവനും അങ്ങനെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് നിസ്സാരമാണ് നമുക്ക് തോന്നുന്ന കാര്യമൊക്കെ അവർ വളരെ ഗൗരവത്തിൽ വളരെയധികം ശ്രദ്ധാപൂർവം അത് പാഴാക്കാതെ അവർ ജീവിതത്തിൽ പകർത്തി എന്ന് കാണാൻ സാധിക്കും. അതിനുശേഷം അദ്ദേഹം പിന്നീട് കൊണ്ടുവന്ന ഒരു തലക്കെട്ട്, ഇതൊക്കെ ഒരു ആമുഖമായിട്ട് അദ്ദേഹം പറയുകയാണ്, മിൻ സമറാത്തി ഇത്തിബാഇ സുന്ന, സുന്നത്ത് പിൻപറ്റുന്നതിൻ്റെ അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഉപകാരങ്ങൾ എന്തൊക്കെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ സുന്നത്ത് നമ്മൾ അനുധാവനം ചെയ്താൽ അതിൻ്റെ ഉപകാരം എന്താണ്? ഒന്നാമതായി അദ്ദേഹം പറയുന്നുണ്ട്, അൽ വുസൂൽ ഇലാ ദറജത്തിൽ മഹബ്ബ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന മഹബ്ബത്തിൻ്റെ, അള്ളാഹുവിൻ്റെ സ്നേഹം കരസ്ഥമാക്കുന്ന ഒരു പദവിയിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കും എന്നുള്ളതാണ്. സുന്നത്ത് നമ്മൾ ധാരാളമായി ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, വലാ യുഹിബ്ബുകല്ലാഹ്, അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടുകയില്ല, ഇദത്തബഅത ഹബീബഹു ളാഹിറൻ വബാത്തിന, അള്ളാഹുവിൻ്റെ ഹബീബിനെ നീ ബാഹ്യമായിട്ടും ആന്തരികമായിട്ടും, അത് വിശ്വാസ കാര്യങ്ങളും അതുപോലെ അവിടുത്തെ മുഴുവൻ സുന്നത്തുകളും നീ പിൻപറ്റിയാലല്ലാതെ, വസദ്ദഖ്തഹു ഖബറ, അവിടുന്ന് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ നീ സത്യപ്പെടുത്താതെ, വതഅതഹു അംറ, അവിടുത്തെ കൽപ്പന മുഴുവൻ നീ അനുസരിക്കാതെ, വഅജബ്തഹു ദഅവ, അവിടുന്ന് നിന്നെ ക്ഷണിച്ച കാര്യത്തിന് നീ ഉത്തരം നൽകാതെ, വആസർതഹു തൗഅ, അവിടുന്ന് എന്തെങ്കിലുമൊക്കെ പുണ്യം പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് നീ തിരഞ്ഞെടുക്കാതെ, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീൻ അവിടുന്ന് കൊണ്ടുവന്ന ഒരു വിധി അത് കിട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ വിധി മാറ്റി വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിധിയെ നീ മുന്തിക്കുന്നത് വരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുക, മറ്റാരെങ്കിലും അവിടത്തേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടാതിരിക്കുക, ഇത് ചെയ്യുന്നത് വരെ നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹുബ്ബ് ലഭിക്കുകയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കേണ്ടതിന് പകരം മറ്റൊരാൾ അനുസരിച്ചാലും നിനക്കിത് ലഭിക്കുകയില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിനക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നീ വെറുതെ ക്ഷീണിക്കേണ്ടതില്ല. അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടണമെങ്കിൽ ഈ പറയുന്നത് പോലെ ഉള്ളും പുറവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനകളും വിലക്കുകളും അവിടുന്ന് കാണിച്ചെന്ന പുണ്യങ്ങളൊക്കെ നീ ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്ത് ചെയ്യണം, എങ്കിലേ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടുകയുള്ളൂ. അതല്ലാതെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം നിനക്ക് ലഭിക്കുമെന്ന് വിചാരിക്കേണ്ടതില്ല. അള്ളാഹു തആല പറഞ്ഞു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. നബി പറയുക, നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഇഷ്ടപ്പെടുന്നു എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം. റസൂൽ താങ്കൾ പറയണം, താങ്കളെ പിൻപറ്റണമെങ്കിൽ, എങ്കിൽ യുഹ്ബിബുകുമുല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ഇഷ്ടപ്പെടും. റബ്ബിനെ ഇഷ്ടപ്പെടണമെങ്കിൽ, റബ്ബ് നിങ്ങൾ ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ ധാരാളം സുന്നത്ത് ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇഷ്ടപ്പെടണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തുകൾ ധാരാളമായി നമ്മൾ ചെയ്യണം. ഒന്നാമത്തെ കാര്യം
അതാണ് നെയ്ലു അൽ മഹബ്ബ, അൽ മുസൂൽ ഇലാ ദറജത്തി അൽ മഹബ്ബ, മഹബ്ബത്തിന്റെ പദവിയിലേക്ക് എത്തുക. രണ്ടാമത്തത് നെയ്ലു മഅയ്യത്തില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ മഅയ്യത്ത്, അള്ളാഹു നമ്മോടൊപ്പം എപ്പോഴും ഉണ്ടാകുക എന്ന് പറയുന്ന ഒരു വലിയ സ്ഥാനത്തേക്ക് എത്തും. എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എപ്പോഴും നമ്മോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ ശരീരാവയവങ്ങൾ കൊണ്ട് നമ്മൾ ഹറാമുകൾ പ്രവർത്തിക്കുകയില്ല. നമ്മുടെ കണ്ണാകട്ടെ, കാതാകട്ടെ, നമ്മുടെ കൈകാലുകളാകട്ടെ, എല്ലാം റബ്ബിന്റെ തൃപ്തിയിൽ മാത്രമേ ചലിക്കുകയുള്ളൂ. അതാണ് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മഅയ്യത്തുൻ ഖാസ്സ, പ്രത്യേകമായ റബ്ബ് നമ്മളെ കൂടെ ഉണ്ടാകുക എന്ന് പറഞ്ഞത് അതാണ്. അതല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ മനുഷ്യരുടെയും കൂടെയുണ്ട്, അവന്റെ ഇൽമു കൊണ്ടും കുതിർത്തുകൊണ്ട്. അല്ലാഹു തആല എല്ലാവരുടെ കാര്യം അറിയുന്നുണ്ട്. 7 ആകാശത്തിന് മുകളിൽ നിന്നും റബ്ബ് സുബ്ഹാനഹു വ തആല ഓരോരുത്തരെയും കൃത്യമായി റബ്ബ് അറിയുന്നുണ്ട്. മുസ്ലിമിനെയും അറിയുന്നുണ്ട്, കാഫിറിനെയും അറിയുന്നുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ ഔലിയാക്കളായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യുന്ന സുന്നത്തുകൾ പിൻപറ്റുന്നവരെ റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് പ്രത്യേകമായ ഒരു മഅയ്യത്ത് നൽകും, അള്ളാഹുവിന്റെ ഒരു തൗഫീഖ് നൽകും. അവരുടെ കൈകൊണ്ട് ഹറാമുകൾ സ്പർശിക്കുകയില്ല, കണ്ണുകൾ കൊണ്ട് അവർ ഹറാമുകൾ കാണുകയില്ല, അവരുടെ നാവുകൾ അള്ളാഹുവിന്റെ തൃപ്തി അല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുകയില്ല. ഇത് വലിയ സ്ഥാനമാണ്, അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് ലഭിക്കുന്ന സ്ഥാനമാണ്. മൂന്നാമത്തെ കാര്യം ഇജാബത്തു ദുആ അൽ മുതദമ്മന ലിനൈലിൽ മഹബ്ബ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉത്തരം നൽകും, ധാരാളം സുന്നത്ത് പിൻപറ്റുന്ന ആളുകൾക്ക്. ഈ 3 കാര്യങ്ങൾ, അഥവാ ആദ്യം നമ്മൾ പറഞ്ഞ മഹബ്ബത്ത്, രണ്ടാമത് പറഞ്ഞ മഅയ്യത്ത്, മൂന്നാമത് പറഞ്ഞ ഉത്തരം, ദുആക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുക. ഈ കാര്യം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയായി ഉദ്ധരിച്ച, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്ന് പറഞ്ഞ് ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ സാധിക്കും. എന്താണ് ആ ഹദീസ്? ആ ഹദീസ് സഹോദരങ്ങളെ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ ഖാല, അല്ലാഹു തആല പറഞ്ഞത് റസൂൽ പറയും, ഇന്നല്ലാഹ ഖാല, തീർച്ചയായും അല്ലാഹു പറഞ്ഞു, മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, ആരെങ്കിലും എൻ്റെ വലിയനെ ഉപദ്രവിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയനെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അല്ലാഹു അവനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഇഫ്തറദ്തു അലൈഹി, എൻ്റെ അടിമക്ക് ഒരാൾക്കും എന്നോട് കൂടുതൽ, അഥവാ എൻ്റെ വലിയാകാൻ സാധിക്കുകയില്ല, എങ്ങനെയല്ലാതെ മിമ്മ ഇഫ്തറദ്തു അലൈഹി, അല്ലാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ അവൻ ചെയ്യാതെ, അല്ലാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യാതെ ഉപേക്ഷിച്ച് നിസ്കരിക്കാത്ത, നോമ്പെടുക്കാത്ത ഒരാൾക്ക് അല്ലാഹുവിന്റെ വലിയാകാൻ സാധിക്കുകയില്ല. വലിയകളുടെ വിലായത്ത് കൃത്യമായി പറയുന്ന ഹദീസാണിത്. നമ്മൾ പറഞ്ഞു വന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന, വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഇഫ്തറദ്തു അലൈഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യുക വഴിയല്ലാതെ ഒരാൾക്കും റബ്ബിന്റെ സ്നേഹം കൊണ്ടുവരാൻ സാധിക്കില്ല. അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടണം, ആദ്യം നമ്മൾ ചെയ്യുന്ന നിർബന്ധമായ കാര്യങ്ങൾ മുഴുവൻ ചെയ്യണം. അത് ചെയ്തതിന് ശേഷം രണ്ടാമതൊരു പദവിയുണ്ട്, റബ്ബിന്റെ അടുക്കൽ കൂടുതൽ സ്ഥാനം ലഭിക്കുന്നൊരു പദവി. വമാ യസാലു അബ്ദി യതഖറബു ഇലൈഹി, എൻ്റെ ഒരു അടിമ എൻ്റെ അടുക്കലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബഹു, അവൻ സുന്നത്തായ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യും, നിർബന്ധമായ 5 നിസ്കാരം, റമളാനിലെ നോമ്പ്, നിർബന്ധമായ സക്കാത്ത്, ഹജ്ജ്, ഇതൊക്കെ അവൻ ചെയ്യും. അതിനു പുറമെ സുന്നത്തായ നിസ്കാരങ്ങൾ, സുന്നത്തായ സ്വതക്കകൾ, അതുപോലെ തന്നെ സുന്നത്തായ ഉംറയും ഹജ്ജും ഒക്കെ ഒന്നിലധികം വർദ്ധിപ്പിക്കുക. ഇങ്ങനെ അവൻ ചെയ്തുകൊണ്ടേ ഇരുന്നിട്ട് അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഇഷ്ടപ്പെടും. അല്ലാഹു ഇഷ്ടപ്പെട്ടാലോ ഫഇദാ അഹ്ബബ്തുഹു, ഞാൻ അവനെ ഇഷ്ടപ്പെട്ടാൽ കുന്തു സമഅഹു അല്ലദീ യസ്മഉ ബിഹി, ഞാൻ പിന്നീട് അവൻ കേൾക്കുന്ന ചെവിയാകും എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ വളരെ കൃത്യമായ അഭിപ്രായ വ്യത്യാസമില്ലാതെ വിശദീകരിച്ച കാര്യമാണ്. അവന്റെ ചെവി കൊണ്ട് അല്ലാഹുവിന് തൃപ്തിയില്ലാത്ത കാര്യങ്ങൾ അവൻ കേൾക്കുകയില്ല. വബസറഹു അല്ലദീ യുബ്സിറു ബിഹി, അവൻ കാണുന്നത് എൻ്റെ കാഴ്ച കൊണ്ടായിരിക്കും, അഥവാ ഹറാമായ കാര്യങ്ങൾ അവൻ കാണുകയില്ല. വയദുഹു അല്ലതീ യബ്തിഷു ബിഹാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൈയായിരിക്കും അവനുണ്ടാകുക, അവൻ ഹറാമായ കാര്യങ്ങൾ സ്പർശിക്കുകയില്ല. വരിജ്ലഹു അല്ലതീ യംശി ബിഹാ, അവന്റെ കാലുകൾ അള്ളാഹുവിന്റെ കാലായിരിക്കും, അഥവാ അവൻ ഹറാമിലേക്ക് നടത്തുകയില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ ഖുർബും അടുപ്പവും മഅയ്യത്തും അവൻ ലഭിക്കും, അള്ളാഹുവിന്റെ മഹബ്ബത്ത് അവൻ ലഭിക്കും. ഇനിയോ വഇൻ സഅലനി ലഉഅതിയന്ന, അവൻ എന്നോട് ചോദിച്ചാൽ ഞാൻ അവന് നൽകുക തന്നെ ചെയ്യും. വലഇൻ ഇസ്തആദനി ലഉഈദന്ന, അവൻ എന്നോട് രക്ഷ തേടിയാൽ ഞാൻ അവന് രക്ഷ നൽകുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പൊ സുന്നത്ത് ധാരാളം പിൻപറ്റിയ ആളുകൾക്കാണ് ഈ സ്ഥാനം എത്താൻ സാധിക്കുകയുള്ളൂ. നിർബന്ധമായ കാര്യങ്ങൾ മാത്രം ചെയ്ത് നിർത്തുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ കുറഞ്ഞ സുന്നത്തുകൾ മാത്രം ചെയ്യുന്ന ആളുകൾക്ക് ഈ പദവിയിലെത്താൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. പിന്നീട് സുന്നത്ത്
നമ്മൾ പ്രവർത്തിക്കുന്നതിന് മറ്റൊരു ഫായിദയാണ് അദ്ദേഹം പറയുന്നത് ജബ്റുൻ നഖ്സിൽ ഹാസിൽ ഫിൽ ഫറാഇദ്. നമുക്ക് ഫർദിൽ വന്നു പോകുന്ന കുറവുകൾ ഉണ്ടാകും, അത് പരിഹരിക്കാൻ സാധിക്കും. ഇപ്പോൾ നിസ്കാരമാണെങ്കിൽ ഫർദ് നിസ്കാരത്തിലുള്ള പരിഹാരം, കുറവുകളുടെ പരിഹാരം സുന്നത്തായ നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലൂടെയാണ്, രാത്രി നിസ്കാരത്തിലൂടെയാണ്, വിത്ത് നിസ്കാരത്തിലൂടെയാണ്, ദുഹാ നിസ്കാരത്തിലൂടെയാണ്. ഫർദിൽ നമുക്ക് ചെയ്യുന്ന വീഴ്ചകൾ സുന്നത്ത് കൊണ്ട് പരിഹരിക്കപ്പെടും. ഹദീസിൽ കാണാൻ സാധിക്കും, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്ന അവ്വല മാ യുഹാസബു ബിഹി അൽ അബ്ദു യൗമൽ ഖിയാമ മിൻ അമലിഹി സ്വലാത്ത്. ഒരു മനുഷ്യന് അവന്റെ അമലുകളിൽ ആദ്യമായി അല്ലാഹു തആല വിചാരണ ചെയ്യുക നിസ്കാരത്തെക്കുറിച്ചാണ് ഖിയാമത്ത് നാളിൽ. ഫഇൻ സലുഹത് ഫഖദ് അഫ്ലഹ വൻജഹ. നിസ്കാരത്തിന്റെ കാര്യം ശരിയായാൽ അവൻ വിജയിച്ചിരിക്കുന്നു. ഇപ്പൊ നിസ്കാരം ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അത് ശരിയായി വിജയിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. വഇൻ ഫസദത് ഫഖദ് ഖാബ വഖസർ. അത് മോശമായി പോയാൽ അവൻ പരാജയപ്പെട്ടത് തന്നെ. ഇനി പറയുകയാണ്, ഫഇൻ ഇൻതഖസ മിൻ ഫരീദതിഹി ഷൈ. അവന്റെ ഫർളായ കാര്യത്തിൽ വല്ല വീഴ്ചയും വന്നാൽ ഖാല റബ്ബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടപെട്ടുകൊണ്ട് പറയുകയാണ്, ഉൻദുറു ഹൽ ലിഅബ്ദി മിൻ തതവ്വു. എൻ്റെ അടിമക്ക് വല്ല സുന്നത്തുണ്ടോ എന്ന് നോക്കൂ. മലക്കുകളോട് പറയുകയാണ്, ഫയുകമ്മലു ബിഹാ മൻ തഖസ മിനൽ ഫരീദ. അങ്ങനെ ആ സുന്നത്തുകൾ കൊണ്ട് ഫർദിൽ വന്ന വീഴ്ചകൾ പൂർത്തീകരിക്കപ്പെടുകയാണ്. സുമ്മ യകൂന സായിറു അമലി അലാ ദാലിക. എല്ലാ അമലും ഇതേപോലെ തന്നെ. റമളാനിലെ നോമ്പ് എടുത്തിട്ടുണ്ടോ? ഉണ്ട്, പക്ഷെ വീഴ്ചകൾ വന്നിട്ടുണ്ട്. സുന്നത്ത് നോമ്പ് എടുത്തോ? റമളാനിന്റെ ശേഷം 6 നോമ്പ് എടുത്തിട്ടുണ്ടോ? മറ്റു സുന്നത്ത് നോമ്പുകൾ എടുത്തിട്ടുണ്ടോ? അത് വെച്ചിട്ടാണ് അത് പരിഹരിക്കപ്പെടുന്നത്. സക്കാത്ത് നോക്കൂ, കൃത്യമായി സക്കാത്ത് 2% മറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ ചില കുറവുകൾ വന്നിട്ടുണ്ട്. അത് മറ്റു സദഖകൾ കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ അത് പരിഹരിക്കും. അങ്ങനെ ഓരോ നിർബന്ധമായ കാര്യങ്ങളും അതിൻ്റെതായ ഇനത്തിൽ നിന്നുള്ള സുന്നത്തുകൾ കൊണ്ട് അത് പരിഹരിക്കപ്പെടും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, മറ്റൊരു ഫായിദയാണ് സുന്നത്തുകൾ പിൻപറ്റുന്നതിന്റെ അൽ ബുഅ്ദു വൽ ഇസ്മതു മിനൽ വുഖൂഇ ഫിൽ ബിദ്അഹ്. ബിദ്അത്തുകളിൽ വീഴുന്നതിൽ നിന്നും നമുക്ക് സംരക്ഷണം ലഭിക്കും. അല്ലെ, എല്ലാ നേരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത സുന്നത്തുകൾ കണ്ടന്വേഷിച്ച് ചെയ്യുന്ന ആളുകൾക്ക് പിന്നെ ബിദ്അത്ത് ചെയ്യാൻ നേരം ഉണ്ടാവും. എല്ലാ നേരവും അവർ തിരക്കിലാണ്. സുബൈക്ക് മുമ്പ് കുറേ സുന്നത്ത്, ഇൻഷാ അല്ലാഹ് അതൊക്കെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് വായിക്കുന്നുണ്ട്. സുബൈക്ക് ശേഷമുള്ള സുന്നത്തുകൾ, ദുഹാ സമയത്ത് ചെയ്യേണ്ട സുന്നത്തുകൾ, ദുഹറിന് മുമ്പും ശേഷമുള്ളത്, അസറിന് മുമ്പും ശേഷവും, അതുപോലെ മഗ്രിബിന് ഇശാക്കൊക്കെ ഉള്ള സുന്നത്തുകൾ ഇങ്ങനെ ഒരാൾ പഠിച്ചാൽ പിന്നെ വേറെ ബിദ്അത്ത് ചെയ്യാൻ നേരം ഉണ്ടാവില്ല. കാരണം മഗ്രിബിന് ശേഷം അവൻ ചെയ്യേണ്ട സുന്നത്തുണ്ട്. പിന്നെ അവൻ ഹദ്ദാദ് എല്ലാം സാധിക്കൂല. അവന് ഓരോ നേരത്തും അതിൻ്റെതായ സുന്നത്തുകളുണ്ട്. അപ്പൊ അതിൻ്റെതായ ബിദ്അത്തുകളിലേക്ക് അവൻ പോവുകയില്ല. അല്ലാഹു തആല അവന് സംരക്ഷണം നൽകും. ഈ ബിദ്അത്തുകൾ ചെയ്യുന്ന ആളുകൾ നോക്കിക്കോളും. ഒരു സുന്നത്ത് ഉപേക്ഷിച്ചിട്ട് അല്ലാതെ അവർ ബിദ്അത്ത് ചെയ്യൂല. ഈ ബിദ്അത്ത് ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് സുന്നത്തുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. കാരണം ദീനുൽ ഇസ്ലാം ഒരു നിറകുടം പോലെയാണ്. അതിലേക്ക് നീ ഇടുന്ന ബിദ്അത്ത് ആ നിറകുടത്തിൽ ഒരു കല്ലിടുന്നത് പോലെയാണ്. കല്ലിട്ട് എന്ത് സംഭവിക്കും? നിറകുടത്തിൽ അതിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പോകും. അതുപോലെ തന്നെയാണ് ബിദ്അത്തുകൾ അതിലേക്ക് പ്രവേശിപ്പിച്ചാൽ, നീ ബിദ്അത്ത് ചെയ്താൽ നിനക്ക് ഒരു സുന്നത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ബിദ്അത്തുകൾ എത്ര കണ്ട് നിന്റെ ജീവിതത്തിൽ കൂടുന്നോ അത്രയും സുന്നത്ത് നീ ഒഴിവാക്കിയിട്ടുണ്ടാകും. അപ്പൊ അതിന് തിരിച്ചെന്ത് വേണം? സുന്നത്തുകൾ കൊണ്ട് നമ്മുടെ ദീനുൽ ഇസ്ലാം നമ്മൾ പൂർത്തിയാക്കിയാൽ ബിദ്അത്തുകൾക്ക് പിന്നെ അവിടെ ഇടമുണ്ടാവുകയില്ല. കൃത്യമായി നമ്മൾ സുന്നത്തുകൾ എടുത്ത് അങ്ങനെ പോകുന്നതായിരിക്കും. അദ്ദേഹം പിന്നീട് പറയുന്നു, ഈ കിതാബ് വായിക്കുന്നതിന് മുമ്പ്, ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത ആഴ്ച വായിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ചില കാര്യങ്ങളോടെ പറയുന്നു. ഞാൻ ഈ കിതാബിൽ എല്ലാ സുന്നത്തുകളും കൊണ്ടുവന്നിട്ടില്ല, മറിച്ച് ഒരു ദിവസത്തിലുള്ള പ്രത്യേകമായ ഓരോ ദിവസത്തിലും ഓരോരുത്തരും എന്നും ആവർത്തിച്ചു വരുന്ന സുന്നത്തുകളാണ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം പ്രത്യേകമായ ചില സുന്നത്തുണ്ട്. അത് മക്കയിൽ പോയി ചെയ്യേണ്ട സുന്നത്ത്, മദീനത്ത് പോയി ചെയ്യേണ്ട സുന്നത്തുകൾ, അല്ല അങ്ങനെ പ്രത്യേകമായ ചില സ്ഥലങ്ങളിലും ചില സന്ദർഭങ്ങളിലൊക്കെ ചെയ്യേണ്ട സുന്നത്തുകൾ ഉണ്ടാകും. അങ്ങനെയുള്ള കാര്യം കൊടുത്തിട്ടില്ല. അതുപോലെ എപ്പോഴും വരുന്ന, അതായത് ദിവസം കണക്കാക്കാതെ ഏത് നേരത്തും ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും, ഇപ്പോൾ സഹോദരന്മാരെ സന്ദർശിക്കുക, സിയാറത്തു അൽ ഇഖ്വാൻ, സഹോദരങ്ങളെ പോയി കാണുക, ഇതൊക്കെ സുന്നത്തുകളാണ്. അപ്പം അങ്ങനെയുള്ള എല്ലാ കാര്യവും, രോഗി സന്ദർശനം, അതൊക്കെ ഒരു ദിവസത്തിൻ്റെ ഒരു സമയമായി ബന്ധപ്പെട്ടിട്ട് കൊടുത്തതല്ല, എപ്പോൾ വേണമെങ്കിൽ ഒരാൾക്ക് പോകാം. അപ്പം അങ്ങനെയുള്ള കാര്യം അദ്ദേഹം ബോധപൂർവ്വം ഒഴിവാക്കിയിട്ടുണ്ട്. മറിച്ച് സമയ അധിഷ്ഠിതമായിട്ടുള്ള സുന്നത്തുകളെ അദ്ദേഹം കൊടുത്തിട്ടുള്ളൂ. ഫജറിന് മുമ്പ്, ശേഷം, അങ്ങനെയൊക്കെയുള്ള അത് അദ്ദേഹം ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നത്, സുന്നത്താണോ അല്ലേ എന്ന അഭിപ്രായ വ്യത്യാസമുള്ള, അഥവാ ഹദീസിന്റെ സനദിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ ഞാൻ ഉപേക്ഷിച്ചിട്ടുണ്ട്, അതെടുത്തിട്ടില്ല. പൂർണ്ണമായ സഹീഹായ സനദുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളൂ എന്ന് പറയാം. മൂന്നാമതായി അദ്ദേഹം പറയുന്നു, നമ്മൾ സുന്നത്ത് പിൻപറ്റുമ്പോൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവവും അവിടുത്തെ പെരുമാറ്റവും നമ്മൾ പഠിക്കണം. നമസ്കാരം സുന്നത്തുകൾ പഠിക്കുമ്പോൾ, സക്കാത്ത്, സദഖകളൊക്കെ സുന്നത്ത് പഠിക്കുമ്പോൾ അവിടുത്തെ സ്വഭാവം നമ്മൾ കൃത്യമായിട്ട് സഹോദരങ്ങളെ പഠിക്കണം എന്നതാണ് അദ്ദേഹം പ്രത്യേകം
ഓർമ്മപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഫർളാണ് നമുക്ക് ഏറ്റവും പ്രാധാന്യം. ഫർള് ചെയ്തിട്ടാണ് പിന്നീട് നമ്മൾ സുന്നത്തിലേക്ക് പ്രവേശിക്കണം. ഫർളിൽ വീഴ്ച വരുത്തിയിട്ട് സുന്നത്തുകൾ ചെയ്യുന്നത് കൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് ഫർളാണ് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയാണ്. അതുപോലെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു പോയിന്റാണ് യഥാർത്ഥത്തിൽ ഇന്നനി ഉഖാതിബു ബിഹാദിഹി സുനൻ നഫ്സിയൽ മുഖസ്സിറ. ഞാൻ ആദ്യമായിട്ട് ഈ സുന്നത്തുകളൊക്കെ പറയുമ്പോൾ ഞാൻ അഭിസംബോധന ചെയ്യുന്നത് വളരെയധികം വീഴ്ച വരുത്തിയ എന്നെ തന്നെയാണ്. അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഞാൻ ഈ സുന്നത്തുകളൊക്കെ പറഞ്ഞു തരുന്ന സമയത്ത് ഒന്നാമതായി സ്വന്തം കാര്യത്തിലാണ് അഭിസംബോധന. നമ്മൾ ഓരോരുത്തരും കേൾക്കുന്ന ഓരോരുത്തരും എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ കുറവുകളുണ്ട്, എന്തൊക്കെ ഇനി സുന്നത്തുകൾ വർദ്ധിപ്പിക്കണം, ഇതാണ് നമ്മൾ നോക്കേണ്ടത്. അവസാനമായി അദ്ദേഹം 2 വസിയത്ത് നവവി റഹിമഹുള്ള അദ്ദേഹത്തിന് അൽ അദ്കാറിലൊക്കെ കൊടുത്ത 2 സുന്നത്തുമായി ബന്ധപ്പെട്ട 2 വസിയത്ത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആമുഖം അവസാനിപ്പിക്കുകയാണ്. ഒന്നാമത്തേത് ലാ തദ സുന്നതൻ മിനസ് സുനൻ ഇല്ലാ വഖദ് കാന ലക മിൻഹാ നസീബുൻ വലൗ ലിമറത്തിൻ വാഹിദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് കേട്ട് കഴിഞ്ഞാൽ അത് ഒരു പ്രാവശ്യമെങ്കിലും നീ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഏതെങ്കിലും ഒരു സുന്നത്ത് കേട്ടു, അതെനിക്ക് എന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നത്ത് ചെയ്യുന്നവനായിട്ട് നീ മാറണം. ജീവിതത്തിൽ ഒരിക്കലും ഒരു എഴുത്തിക്കാഫിരിക്കാത്ത ആൾക്കാരുണ്ട്. ജീവിതത്തിൽ ഇന്നും ഒരു എഴുത്തിക്കാഫിരിന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടക്കാത്തൊരു സുന്നത്താണ്. ഒരു പ്രാവശ്യം ചെയ്യാൻ ശ്രദ്ധിക്കണം. ഏത് സുന്നത്താകട്ടെ ഒരു പ്രാവശ്യം ചെയ്യാൻ നീ ശ്രദ്ധിക്കണം. നോമ്പാകട്ടെ, സദഖകളാകട്ടെ, ഒരു പ്രാവശ്യം നീ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഏറ്റവും കുറഞ്ഞത് ഒരു പ്രാവശ്യം ചെയ്യാൻ ശ്രദ്ധിക്കണം. അതാണ് അദ്ദേഹം ഒന്ന് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമതായി അദ്ദേഹം പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്കൊരു സുന്നത്ത് ചെയ്യാൻ വേണ്ടി അള്ളാഹു നിന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നിനക്ക് നഷ്ടപ്പെട്ടാൽ അത് ഖളാ വീട്ടാൻ പറ്റുന്നതാണെങ്കിൽ ഉടനെ അത് ഖളാ വീട്ടണം. ഇപ്പോൾ ഫജറിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നഷ്ടപ്പെട്ടു പോയി, അത് ഖളാ വീട്ടാൻ പറ്റുന്നതാണ്. നിസ്കാരം കഴിഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ സൂര്യൻ ഉദിച്ചു പൊങ്ങി ഇഷ്റാഖിൻ്റെ സമയമായാലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 റക്അത്ത് ഖളാ വീട്ടാൻ പറ്റും. അങ്ങനെ ഖളാ വീട്ടാൻ പറ്റുന്നതാണ് എങ്കിൽ നീ അത് ഖളാ വീട്ടേണ്ടതുണ്ട്. അദ്കാറുകൾ, മസ്ജിദിലിരുന്ന് നിസ്കാരശേഷമുള്ള അദ്കാറുകളുണ്ട്. പെട്ടെന്ന് ഒരാൾക്ക് പോകേണ്ടി വന്നാലും വാഹനത്തിലിരുന്നോ നടന്നു പോകുന്ന സമയത്തോ എന്ത് ചെയ്യണം? അദ്കാർ പൂർത്തിയാക്കണം. അദ്ദേഹം പറയുന്നത് നവവി റഹിമഹുള്ള അദ്ദേഹം പറയുന്നത് അങ്ങനെ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് ആ സമയത്തുള്ള അല്ലെങ്കിൽ ആ സന്ദർഭത്തിലുള്ള ആ സുന്നത്തുകൾ നമുക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ എപ്പോൾ നഷ്ടപ്പെടുന്നു അപ്പോൾ നമ്മളത് ഖളാ വീട്ടുന്ന സ്വഭാവം ഉണ്ടായാലോ നമുക്കത് നഷ്ടപ്പെടാതെ കൊണ്ടു നടക്കാൻ പറ്റും. ഫജറിന്റെ സുന്നത്ത് തന്നെ ആലോചിച്ചാൽ മതി. ഒരാൾ വൈകി എണീറ്റ് ജമാഅത്ത് നിസ്കാരത്തിൽ മാത്രമേ എത്തുന്നുള്ളൂ, അതിന് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ പറ്റുന്നില്ല. ഒരു ദിവസം നഷ്ടപ്പെട്ടു, അയാൾ അതിന് ശേഷം ഖളാ വീട്ടിയില്ല. അതായത് ശേഷമോ അതല്ലെങ്കിൽ ഇഷ്റാഖിന് ശേഷമോ ഒക്കെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം. ഇഷ്റാഖിന് ശേഷമാണ് ഏറ്റവും നല്ലത്. ഇവിടെ തന്നെ അദ്കാറിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ അയാൾ അങ്ങനെ ഖളാ വീട്ടിയിട്ടില്ല, എന്ത് സംഭവിക്കും? 2ാമത്തെ ദിവസം നഷ്ടപ്പെടും, പിന്നെ പിന്നെ ഫജറിന് മുമ്പത്തെ 2 റക്അത്ത് സുന്നത്ത് നഷ്ടപ്പെട്ടതുപോലെ. ഇനി അതുപോലെ ദുഹറിന് മുമ്പുള്ളതോ അതും അങ്ങനെ തന്നെ. ഒരാൾ എപ്പോഴും നിസ്കരിക്കുകയാണ്, പക്ഷേ ഒരിക്കൽ നഷ്ടപ്പെട്ടു, ആ കോട്ടയെന്ന് വിചാരിച്ചു, പിന്നെ നഷ്ടപ്പെട്ടു, പിന്നെ സ്ഥിരമായി ഇത് നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ ഉണ്ടാകും. അതുപോലെ തന്നെ അദ്കാറുകൾ, രാവിലെയുള്ള അദ്കാറുകൾ, വൈകുന്നേരമുള്ള അദ്കാറുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള അദ്കാറുകൾ, ഇതൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നമ്മൾ എത്രയും പെട്ടെന്ന് അത് വീണ്ടെടുക്കണം. അതല്ലെങ്കിൽ നമുക്ക് പാടെ ആ സുന്നത്ത് നഷ്ടപ്പെടുന്ന അവസ്ഥ വരും. നവവി റഹിമഹുള്ള വളരെ വിശദമായി അദ്ദേഹത്തിൻ്റെ അദ്കാറിൽ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ശ്രദ്ധിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഓരോ സമയത്തുള്ള സുന്നത്തുകളെ കുറിച്ച് വിശദമായി ഹദീസുകളുടെ പിൻബലത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും കേട്ടത് ജീവിതത്തിൽ പകർത്താനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹദാ അല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.